അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ചർച്ചകൾ ദില്ലിയിൽ വീണ്ടും ആരംഭിച്ചു. ഇരുപക്ഷവും അന്തരീക്ഷം നന്മയുള്ളതും ഭാവിയിലേക്ക് നോക്കി മുന്നേറുന്നതുമാണെന്ന് വിശേഷിപ്പിച്ചുവെങ്കിലും ഗ്ലോബൽ ട്രേഡ് റിസർച്ച് ഇനീഷ്യേറ്റീവ് GTRI പുറത്തിറക്കിയ പുതിയ റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നത് റഷ്യൻ എണ്ണ ഇറക്കുമതികളുമായി ബന്ധപ്പെട്ട് അമേരിക്ക ഏർപ്പെടുത്തിയ അധിക തീരുവ പിൻവലിക്കാത്ത പക്ഷം യാതൊരു വലിയ മുന്നേറ്റവും ഉണ്ടാകാനിടയില്ല എന്നാണ്. ഇതോടെ ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതികൾക്ക് മൊത്തത്തിൽ 50% തീരുവ ബാധകമായിരിക്കുകയാണ്. ഇത് അമേരിക്കയിൽ കടുത്ത ഇൻഫ്ലേഷന് വഴിവെച്ചിരിക്കുകയാണ്. കൃഷിയും പാലും പോലുള്ള മേഖലകൾ ജീവനോപാധി നിർണായകമായ റെഡ് ലൈൻസ് ആണെന്നും അവയെ വ്യാപാര ഇളവുകളായി പരിഗണിക്കാനാവില്ലെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. അമേരിക്കൻ വ്യവസായ ഉൽപ്പന്നങ്ങളുടെ 95%-ലേറെ തീരുവ കുറയ്ക്കാൻ ഇന്ത്യ തയ്യാറാണെങ്കിലും അതിന്റെ പേരിൽ സ്വന്തം പ്രധാന മേഖലകൾ, അതായത് അഗ്രികൾച്ചർ, ഡയറി, ഇത് രണ്ടും, അതായത് ഇതിനെ അടിസ്ഥാനമാക്കി ജീവിക്കുന്ന 700 മില്യൺ ആൾക്കാർ ഇന്ത്യയിലുണ്ട്. ഈ രണ്ട് മേഖലകളെ ബാധിക്കുന്ന ഒരു വിധത്തിലുള്ള ഇളവുകളും പറ്റില്ല എന്നാണ് ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. US അസിസ്റ്റന്റ് ട്രേഡ് പ്രതിനിധി ബ്രെൻഡൻ ലിഞ്ചും ഇന്ത്യയുടെ നെഗോഷിയേറ്റർ രാജേഷ് അഗർവാളും നേതൃത്വം നൽകുന്ന ഈ ചർച്ചകൾ തുടരാനാണ് സാധ്യത. എന്നാൽ യഥാർത്ഥ പുരോഗതി ഉണ്ടാകണമെങ്കിൽ അമേരിക്ക തീരുവകളിൽ ഇളവ് കാണിക്കേണ്ടതുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്.